സൈനികർക്കൊപ്പം പോരാടി വെടിയേറ്റിട്ടും വഴികാട്ടിയായി ഹീറോയായി സിയോൺ. രാജ്യത്തിന്റെ സുരക്ഷാ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ധീരതയുടെയും ആത്മസമർപ്പണത്തിന്റെയും പുതിയ അധ്യായം രചിച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രിയപ്പെട്ട 4 കാലുള്ള പോരാളി വീണ്ടും ചരിത്രത്തിന്റെ ഭാഗമാകുന്നു. ജമ്മു കാശ്മീരിലെ കാടുകളിൽ നടന്ന അതീവ നിർണായകമായ ഭീകരവിരുദ്ധ ദൗത്യത്തിനിടയിൽ ശത്രുക്കളുടെ വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റിട്ടും ഒട്ടും പതറാതെ പോർമുഖത്ത് ഉറച്ചുനിന്ന സിയോൺ എന്ന വേട്ടനായക്കാണ് 80ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ അഭിമാനകരമായ മെൻഷൻ ഇൻ ഡിസ്പാച്ചസ് പുരസ്കാരം ലഭിച്ചത്. സൈന്യത്തിന്റെ എലൈറ്റ് സ്പെഷ്യൽ ഫോഴ്സ് ടീമിനൊപ്പം ലഡാക്ക് സ്കൗട്ട്സ് ഗാർഡ്വാൾ റൈഫിൾസ് യൂണിറ്റിലാണ് സിയോൺ അഭിമാനകരമായ സേവനം അനുഷ്ഠിക്കുന്നത്. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ കണ്ടെത്തുന്നതിലും സുരക്ഷാ സേനയ്ക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിലും സിയോൺ ഇതിനു മുൻപും തന്റെ അസാധാരണ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. കാശ്മീരിലെ ദുർഘടമായ വനാന്തരങ്ങളിൽ ഒളിച്ചിരുന്ന ഭീകരരെ കണ്ടെത്താനായി നടത്തിയ അതീവ രഹസ്യമായ തിരച്ചിൽ ദൗത്യത്തിനിടയിലാണ് അപ്രതീക്ഷിതമായി ഭീകരരുടെ ഭാഗത്തു നിന്നും വെടിവയ്പുണ്ടായത്. ഇരുണ്ട വനത്തിനുള്ളിൽ നിന്നും വന്ന ശക്തമായ ആക്രമണത്തിൽ സിയോണിന്റെ കാലിൽ വെടിയുണ്ട തുളച്ചു കയറുകയും കനത്ത രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു. ഗുരുതരമായ പരിക്കേറ്റ കഠിനമായ വേദന അനുഭവിച്ചിട്ടും ഒരു നിമിഷം പോലും തന്റെ ദൗത്യത്തിൽ നിന്നും പിന്മാറാൻ ഈ മിടുക്കനായ പോരാളി തയ്യാറായില്ല. വേദനയെ പൂർണ്ണമായും അവഗണിച്ച് ഭീകരർ ഒളിച്ചിരുന്ന കൃത്യമായ സ്ഥാനം സിയോൺ സൈനികർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. സിയോൺ നൽകിയ ഈ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം നടത്തിയ തന്ത്രപരമായ തിരച്ചിലിൽ 3 ഭീകരരെയാണ് സുരക്ഷാ സേന വധിച്ചത്. ഭീകരരുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് സേനയ്ക്ക് കൃത്യമായ ദിശാബോധം നൽകുന്നതിൽ സിയോൺ കാണിച്ച ഈ സാതുര്യം ദൗത്യത്തിന്റെ വിജയത്തിൽ നിർണായകമായി മാറി. ഏറ്റുമുട്ടലിന് ശേഷം ജീവൻ അപകടനിലയിലായ സിയോണിന് അടിയന്തരമായ വിദഗ്ധമായ ചികിത്സയാണ് സൈനിക ആശുപത്രിയിൽ ലഭ്യമാക്കിയത്. സൈന്യത്തിന്റെ മികച്ച പരിചരണവും സിയോണിന്റെ അതിജീവന ശേഷിയും കാരണം പരിക്കുകളിൽ നിന്നും ഈ വേട്ടനായ അതിവേഗം സുഖം പ്രാപിക്കുകയും പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. സിയോണിന്റെ സമാനതകളില്ലാത്ത സമർപ്പണവും അസാധാരണമായ ധീരതയുമാണ് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ ഇന്ത്യൻ സൈന്യത്തെ സഹായിച്ചതെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഇന്ത്യൻ സൈന്യത്തിൽ വിശിഷ്ട സേവനവും അസാധാരണ ധീരതയും പ്രകടിപ്പിക്കുന്ന ധീര ജവാന്മാർക്കും സൈനിക നായകൾക്കും നൽകുന്ന ഏറ്റവും പ്രമുഖ ബഹുമതികളിലൊന്നാണ് ഈ അംഗീകാരം. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പോരാടിയ സിയോണിന്റെ ഈ ചരിത്ര നേട്ടം രാജ്യമെമ്പാടുമുള്ള മൃഗസ്നേഹികൾക്കും ലക്ഷക്കണക്കിന് സൈനികർക്കും ഒരുപോലെ വലിയ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ മൃഗങ്ങളുടെ പങ്ക് എത്രത്തോളം വലുതാണെന്ന് വിളിച്ചോതുന്ന ചരിത്ര സംഭവമായി ഈ ദൗത്യം മാറിക്കഴിഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മിലിറ്ററി വർക്കിംഗ് ഡോഗുകൾ രാജ്യത്തിന്റെ അതിർത്തികളിൽ സമാനതകളില്ലാത്ത സേവനമാണ് കാഴ്ചവെക്കുന്നത്. മനുഷ്യന്റെ കണ്ണുകൾക്കും സാങ്കേതിക വിദ്യയ്ക്കും എത്തിച്ചേരാൻ കഴിയാത്ത ദുർഘടമായ സാഹചര്യങ്ങളിൽ ഭീകരരുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഇവയുടെ ഘ്രാണശക്തിയും പരിശീലനവും സൈന്യത്തിന് വലിയ കരുത്താണ് പകരുന്നത്. സിയോണിന്റെ ഈ നേട്ടം ഇന്ത്യയിലെ മുഴുവൻ സൈനിക നായകൾക്കും ലഭിച്ച വലിയ അംഗീകാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. സൈനിക പരിശീലനത്തിന്റെ കഠിനമായ വഴികളിലൂടെ കടന്നുവന്ന് രാജ്യത്തിന്റെ മുൻനിര പോരാളിയായി മാറിയ സിയോൺ തന്റെ ജീവൻ തന്നെ പണയം വെച്ചാണ് ലക്ഷ്യം കണ്ടത്. സഹപ്രവർത്തകരായ സൈനികർക്ക് തോളിനോട് തോൾ ചേർന്ന് നിന്ന് പൊരുതുന്ന ഈ മിടുക്കനായ ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട വേട്ടനായ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുടെ പ്രതീകമായി മാറിക്കഴിഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ രാഷ്ട്രപതി ഭവനിൽ നിന്നും പ്രഖ്യാപിക്കപ്പെട്ട ഈ പുരസ്കാരം രാജ്യത്തിന്റെ സുരക്ഷാ സേനയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. സിയോണിന്റെ ഈ ധീരത ഭാവിയിലും നിരവധി സൈനികർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും വലിയ പ്രചോദനമായിരിക്കുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.